ഒരു കോമൺ മാൻ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം ആൾക്കാർ കാണുകയും നല്ല നല്ല കമൻറ്റുകൾ പറയുകയും ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. വളരെ സന്തോഷം. ഞാനത് ഒട്ടും സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തതല്ല. മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം. ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ലൈഫ് സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെ ലൈഫിലും കാണുമല്ലോ, കുട്ടിക്കാലവും അവർ വളർന്നു വരുന്ന ഒരു കാലഘട്ടവും പിന്നെ അത്യാവശ്യം ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കുള്ളൊരു കാലഘട്ടം. ഈ 3 സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുകാലത്തെ പറ്റി എനിക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല നല്ല ഓർമ്മകൾ എനിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ സ്റ്റേബിൾ അല്ലാത്തൊരു ഫാമിലിയിലാണ് ജനിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സും അല്ല, എന്നാൽ തീരെ പാവപ്പെട്ടും അല്ലാത്തൊരു ഫാമിലിയിലാണ്. അന്നന്ന് ജോലി ചെയ്യണ പൈസ കൊണ്ട് ജീവിതം പുലർത്തി പോകുന്ന ഒരു ഫാമിലി. അപ്പോൾ കിട്ടുന്ന പൈസ അന്നന്ന് തീർന്നതുകൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ എനിക്ക് വീട്ടിൽ പറയാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാര്യം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ വീട്ടു ജോലിയൊക്കെ ചെയ്താണ് എന്നെ വളർത്തുന്നത്. ഏകദേശം 10-16 കൊല്ലത്തോളം അമ്മ വീട്ടു ജോലി തന്നെയാണ് വളർത്തി. ഇപ്പോൾ ഏകദേശം 5 വർഷമാവത്തേ ഉള്ളൂ ജോലിയെല്ലാം നിർത്തിയതിന് ശേഷം. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂൾ ലൈഫ് 6 ടു 10 കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ പിള്ളേരപ്പോൾ എല്ലാ പിള്ളേരും ടൂർ പോകുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ടൂർ പോകണം എന്നൊക്കെ. പക്ഷേ എനിക്കത് വീട്ടിൽ സാഹചര്യം മോശമായതുകൊണ്ട് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ, പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരു ദിവസം 7ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പറയണ്ടായി അമ്മ ഇങ്ങനെയാണ് എല്ലാ കൂട്ടുകാരെല്ലാവരും പോകുന്നുണ്ട്. ഒരു 50 പേരെങ്ങാണ്ട് ഉള്ളതിൽ ഏകദേശം ഒരു 30ഓളം ആൾക്കാർ നമ്മളെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ടൂർ പോകുന്നുണ്ട്. എനിക്കും പോകാൻ ഭയങ്കര ആഗ്രഹം, എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാക്കി താമ്മ എന്നൊക്കെ ഇങ്ങനെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്തേക്ക് എൻ്റെ സങ്കടം കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം വിളിച്ച് ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ അടുത്തൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ അന്ന് പൈസ കിട്ടിയില്ല. അമ്മ വളരെ സങ്കടത്തോടെയാണ് എൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞത്. എനിക്കത് മനസ്സിലായി. പക്ഷേ എന്നാലും മോഹം ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ആ ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ഇന്ന് എനിക്കൊരു വണ്ടി തന്നിട്ടുണ്ട്. എനിക്ക് എവിടെ വേണോ പോകാം, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അറിയാലോ, മിഡിൽ ക്ലാസ്സിൻ്റെ താഴെ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലോ ജീവിത സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് എന്നേ എനിക്ക് ചിന്തയുള്ളൂ. അപ്പോൾ 10 കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കണമെന്നാകില്ല. 10 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നേ തന്നെ ഞാൻ ഈ പത്രമിടാൻ പോക്ക് അങ്ങനെ ചെറിയ ചെറിയ തട്ടുമുട്ട് പണിയൊക്കെ പോകാറുണ്ടായിരുന്നു. ഈ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടൊക്കെ, ജസ്റ്റ് മുട്ടായി വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം വാങ്ങിച്ച് കഴിക്കാൻ അങ്ങനെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ +1 പോയ സമയത്തേക്ക് +1 അങ്ങോട്ട് +1 +2 അങ്ങോട്ട് പഠിക്കാനുള്ള പൈസ ഇല്ലയെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാനൊരു അക്യൂറത്തിൽ ജോലിക്ക് പോയി. അപ്പോൾ അവിടെ തുച്ഛമായ പൈസ കിട്ടും. അപ്പോൾ ആ സമയത്ത് സൈക്കിളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ പൈസ സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ സമയത്തിന് ആഹാരം കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1.5 കൊല്ലം ആ ജോലിക്ക് പോയ സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ട്, എടാ ജോലിക്ക് പോയി പൈസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കത്തില്ല, പഠിത്തം പോവും, പഠിത്തമാണ് ഏറ്റവും വലുത്. എല്ലാവരും പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ആ ജോലിയിൽ പോയി പൈസ കിട്ടിയതിന് ശേഷം എനിക്ക് പിന്നെ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. എങ്ങനെയെങ്കിലും ജോലിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, ആരെ മുന്നിലും തല കുനിക്കാണ്ടിരിക്കുക, വീട്ടുകാരത്ത് പൈസ ചോദിക്കാണ്ട് എന്നുള്ള. ജോലിക്ക് പോയി ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്യൂറി അല്ലേ, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടല്ലല്ലോ, ഞാൻ ഒരാളുടെ കീഴിൽ പോകുമ്പോഴത്തേക്ക് എന്ന് വേണം അയാൾക്ക് എന്നെ പറഞ്ഞു വിടാം. വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന സമയത്തേക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ അമ്മയുടെ കാര്യം പറഞ്ഞു, അമ്മ ഇങ്ങനെ പോയി ശരിയാകത്തില്ല, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം ഒന്നും ആവത്തില്ല, പക്ഷെ അതുപോലെ എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. കാര്യം എനിക്ക് അറിയാവുന്ന കുറച്ച് പയ്യന്മാരൊക്കെ അത്യാവശ്യം ചിലവർ ജോലിക്ക് ഇറങ്ങി തുടങ്ങി, ചിലവർ പഠിക്കും, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞിടാ എന്നും ജോലിയുള്ള ജോലിയുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മ മെക്കാനിസം ഉണ്ട്, ബൈക്ക് 2 വീലർ വർക്ക്ഷോപ്പ് ഉണ്ട്. 2 വീലർ വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വണ്ടി എടുക്കുവാണെങ്കിൽ എനിക്ക് വണ്ടി പണിയൊക്കെ ചെയ്യാമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യം പഠിക്കുന്ന സമയത്താണ് ഒന്നും കിട്ടത്തില്ല എന്ന് എൻ്റെ പറഞ്ഞായിരുന്നു. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, അമ്മ പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏകദേശം ഒരു വർക്ക്ഷോപ്പിൽ പോയി, ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പിൽ പോയി. അവിടെ ഏകദേശം ഒരു 6 മാസം അടുപ്പിച്ച് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ഇഷ്ടത്തോടെ പോയ ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യം വർക്ക്ഷോപ്പ് ജോലി വെറുത്തു. കാര്യം ഒരു 6 മാസം നിന്നിട്ട് പോലും എനിക്ക് അവിടെ നിന്ന് പണി ചെയ്യാൻ തരുന്നില്ല, അല്ലെങ്കിൽ നേരാവണ്ണം പറഞ്ഞു തരുന്നില്ല, അങ്ങനെ മടുത്തു. ഇഷ്ടപ്പെട്ട് പോയൊരു കാര്യമായിരുന്നു, പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി. പിന്നെ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദിവസം ജോലിയൊന്നുമില്ല വീട്ടിൽ നിന്ന്. പിന്നെ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നീ പോയി നോക്കുമെന്ന് പറഞ്ഞു. വെച്ചാൽ അവിടെ വെച്ച് കണ്ട് പരിചയമായ ഒരാളാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നതാണ് അജി 2 വീലർ വർക്ക്ഷോപ്പ്, സന്തോഷം. പക്ഷേ അതായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വർഷം. കാരണം ആ ജോലി എനിക്ക് വീണ്ടും ഇഷ്ടം തോന്നാൻ കാര്യം ഞാൻ അവിടെ പോയതുകൊണ്ടാണ്. കാര്യം ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അവർ എവിടെ ആവശ്യമായിട്ട് പോകണമെന്ന് വെച്ചു, പോകണ വഴി വണ്ടി ഒന്ന് വഴിയിലായി. അപ്പോൾ അത് നോർമലി ചെയ്യുന്ന കാര്യമാണ്, വണ്ടി വഴിയിലായി.
അപ്പം നമ്മളൊരു മെക്കാനിക്ക് വന്ന് അവരെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കാര്യവും നടക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ പോലും അവരെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ വഴിയിൽ കിടക്കുന്ന ഒരാളെ നമ്മളെ സഹായിച്ചൊരു ഫീല്. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബ് അടിച്ച് ഞാൻ എന്ത് ചെയ്താലും വർക്ക്ഷോപ്പ് ഫീൽഡിലോട്ട് വീണ്ടും പോയി. ഏകദേശം 1.5 കൊല്ലത്തോളം ഞാൻ എൻ്റെ ആശാൻ്റെ കൂടെ, ഞാൻ മനസ്സുകൊണ്ട് എൻ്റെ ആശാനെന്ന് വിളിച്ചിട്ടുള്ള അയാളെ മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ പേര് സന്തോഷം എന്നാണ്. എന്നെ പണി പഠിപ്പിച്ചതും എടാ നീ ആ ജോലി ധൈര്യമായിട്ട് ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തന്ന് എന്നെ ആ ജോലിയിലോട്ട് പിടിച്ച് നിർത്തിയ ഒരു വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തോളം ഞാൻ അത് പോയെങ്കിലും പിന്നെ ഏകദേശം അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിന്നെ ഷോറൂമിലോട്ട് പോയി, പിന്നെ മലയെങ്കിലും ഒരു വർക്ക്ഷോപ്പിലോട്ട്, അങ്ങനെ ഒരുവിധം പണിയൊക്കെ ഒന്ന് സെറ്റായി പഠിച്ച്. ഈ ജോലി ഒരിക്കലും നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല, പഠിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. പുതിയ പുതിയ വണ്ടികൾ ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഓരോന്നും പഠിച്ച് ഡെവലപ്പായി കയറി വരാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ ഈ ഒരു മെക്കാനിക് ഫീൽഡിൽ തന്നെയായി. അപ്പം സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഇടാം, ഇനി എൻ്റെ ലൈഫ് വർക്ക്ഷോപ്പ് ഫീൽഡിലോട്ടായിരിക്കും എന്നൊക്കെ വിശ്വസിച്ച് ഞാൻ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇടാനുള്ള പ്ലാനൊക്കെ വന്ന സമയത്തേക്കാണെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് എങ്ങനെ പോലും ഒരു വർക്ക്ഷോപ്പ് നോക്കി ഒരു 10-2 ലക്ഷം രൂപയുടെ ആവശ്യം എന്തായാലും വേണ്ടി വരും. അപ്പോൾ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. 2 ലക്ഷം രൂപ ഞാൻ എൻ്റെ ആ ഒരു ഏജിൽ എനിക്ക് സ്വന്തമായിട്ട് ലോണും കിട്ടത്തില്ല, ഒന്നും നടക്കത്തില്ല. അപ്പം വീണ്ടും ഒരു വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ പഠിച്ചു, എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യാനുള്ള കഴിവായി, സ്വന്തമായിട്ട് ചെയ്യാനുള്ള ധൈര്യമായി, എന്നിട്ടും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ടോട്ടലി ഞാൻ വീക്കായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വർക്ക്ഷോപ്പിൽ പോകാനും പറ്റണില്ല, മനസ്സുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോകാനും പറ്റില്ല. കാര്യം എന്നും എങ്ങനെ ഞാൻ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തയൊക്കെ വന്ന സമയത്ത് ടോട്ടലി ഞാൻ ആകെ വീക്ക് അവസ്ഥയിലോട്ട് പോയി. അങ്ങനെ ഞാൻ പിന്നെ എന്തായിരുന്നാലും വേണ്ട, ഇനി എനിക്ക് ഈ ഫീൽഡ് വേണ്ട, എന്നെക്കൊണ്ട് പറ്റത്തില്ല, വേറെ ഏതെങ്കിലും നോക്കാം, അതില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ വണ്ടി പൊളിക്കാൻ പോയി. അതും നടക്കത്തില്ല. പിന്നെ കുറച്ച് നാൾ തണ്ണിമത്തൻ കച്ചവടത്തിന് പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നടക്കണമെന്ന് വിചാരിച്ചിട്ട് CC പിടിക്കാൻ പോയി. പിന്നെ ഇൻഷുറൻസിൻ്റെ കമ്പനിയിൽ പോയി. പിന്നെ അതും എല്ലാം ഞാൻ പോയി കുറച്ച് നാൾ എല്ലാം പോയി. പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വരുന്നില്ല. പോകുന്നുണ്ട്, 1 മാസം അതിൽ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ 2 മാസം പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം പിടിച്ചിരിക്കും. എല്ലാം ഇങ്ങനെ പിടിച്ച് നിന്ന് എനിക്കിതിൽ ഒരു രക്ഷയില്ല എന്ന് തോന്നുമ്പം തിരിച്ചു വരുന്നതാണ്. കാര്യം ഇങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഒരു ലെവലിലോട്ട് എത്തി, ഒരു ഏജ് കഴിഞ്ഞപ്പോൾ അവരൊരു ലെവലിലോട്ട് അവരുടെ ലൈഫ് സെറ്റായി തുടങ്ങി. പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത്രയും വയസ്സായിട്ട്. ഏകദേശം ഒരു 4 കൊല്ലം മെക്കാനിക് ഫീൽഡ്, അല്ല ഒരു 5-6 കൊല്ലം കൊണ്ട് ഞാൻ ഒരിടത്തും എത്തിയിട്ടില്ല. മനസ്സുകൊണ്ടൊരു വിഷമം, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ വീക്കായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രം എന്താണ് ഒരിടത്ത് എത്താത്തത് എന്നുള്ള ചിന്ത ഓരോ ദിവസം എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ അതും പറ്റാണ്ട് പിന്നെ ഞാനൊരു മേക്കപ്പ് ഫീൽഡിലോട്ട് പോയി. എന്ന് പറയുമ്പം സീരിയലിൽ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് പോയി. അങ്ങനെ അതൊന്ന് പഠിച്ചൊരു കൊല്ലം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ചീഫായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കാം, ഫിനാൻഷ്യലി സെറ്റ് ആവാമെന്ന് വിശ്വസിച്ച് ഞാൻ അതിലോട്ട് പോയി. പക്ഷേ അതിലെന്നെ തളർത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ത്രൂ ഔട്ടായിട്ട് 15 ദിവസം അവിടെ നിൽക്കണം. 15 ദിവസം നിന്ന് എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല, വീട് നിൽക്കേണ്ടി വരും. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഏകദേശം അതും ഞാൻ എങ്ങനെയൊക്കെ സഹിച്ചു 2-3 മാസം നിന്നു. പക്ഷേ വീണ്ടും എന്നെക്കൊണ്ട് പറ്റാം. പിന്നെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് പോയി, അതും പറ്റണില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് ഒരു വർക്ക്ഷോപ്പ് ഫീൽഡിലോട്ട് ഇറങ്ങിയവന് വർക്ക്ഷോപ്പ് ജോലി ശാശ്വതം ആവത്തുള്ളൂ എന്നുള്ള തോട്ട് വന്നു. അങ്ങനെ ഞാൻ തിരിച്ചിവിടെ വന്നു. ഒരിടവും സെറ്റാവാതെ വീട്ടിൽ തന്നെയായി. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒരു രീതി കൊണ്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ ഞാനൊരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് അവിടെ വരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വരാം. അവർ പറഞ്ഞ അവരെ ഡീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൈസ എനിക്ക് ഫിനാൻഷ്യലി പൈസ ഇല്ലല്ലോ, അപ്പം നീ മെക്കാനിക്ക് മാത്രം ചെയ്താൽ നീ ചെയ്യുന്ന ശമ്പളത്തിൻ്റെ പൈസ നിനക്ക്, ബാക്കി അവർ സ്പെയറൊക്കെ ഇറക്കി വയ്ക്കുക, അവരെ സ്പെയറും ടൂൾസും അവരെല്ലാം അവരതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ലേബറിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് കൊടുക്കണമെന്ന്. ഓക്കെ, ഇത് എനിക്ക് മോശമില്ലല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതല്ലേ, ഇതില്ലെങ്കിൽ എനിക്കൊന്ന് സെറ്റ് ആവണമെന്ന് മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തിൽ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ആശ തന്നെയാണ് എനിക്കത് ഉദ്ഘാടനം ചെയ്തതെന്ന്. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി തന്നെയാണ് ആദ്യം പണി ചെയ്തത്. പിന്നെ ഞാൻ ഉള്ളപ്പോൾ അത്യാവശ്യം വർക്കുകൾ വരാറുണ്ട്. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് കാണുന്നവരെല്ലാവരും ഇത് കട മുതലാളി സുജിത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ചെറിയ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ ഞാൻ ഒരു മുതലാളിയാണ്, പക്ഷേ കയ്യിൽ 5 പൈസ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആളുടെ കീഴിൽ പോലെയാണ്, എന്നാലും പറയുമ്പോൾ എൻ്റെ കടയാണ് എന്നുള്ള രീതിയാണ്. അപ്പോൾ വലിയ വർക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല ഒരു ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്യാറുണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഒരു വിഹിതം എനിക്ക് കിട്ടുന്നില്ല. കാര്യം EMI അടയ്ക്കാനുള്ള ഫണ്ടും പെട്രോൾ അടിക്കാനുള്ള ഫണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലൊന്നുമില്ല. പറയുമ്പോൾ ഞാൻ ഒരു
മുതലാളി, പക്ഷേ കയ്യിൽ എൻ്റെ പൈസയില്ല. അങ്ങനെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കാര്യം പറഞ്ഞു, ഇന്നാണ് എനിക്കിത് പറ്റത്തില്ല, ഞാൻ രാവിലെ മുതൽ രാത്രി വരെ നിന്നിട്ട് എനിക്കൊരു ലാഭമില്ല, ഇതിനേക്കാളും ഞാൻ ഒരാളുടെ കീഴിൽ മെക്കാനിക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും എനിക്ക് പൈസ കിട്ടും, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ സമയത്തേക്ക് അവർ ഞാനായിട്ട് അവസാനം ഫൈനലി തെറ്റി സംസാരം. അവർ കുറേ ഡീലിങ്സ് അവർ വെച്ചായിരുന്നു. അത് ഞാൻ അംഗീകരിക്കണമെങ്കിൽ എനിക്ക് അതിനേക്കാളും നല്ല ഞാനൊരു സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ്, ഞാൻ ഒരു ലോൺ എടുത്തിട്ട് വല്ല സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് ഇടുക എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതും പറ്റിയില്ല, ഇതും പറ്റില്ല. അവസാനം ഇവരോട്ട് തെറ്റി. ഇനി എൻ്റെ ലൈഫ് എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, കാര്യം ഒരു ഐഡിയ ഇല്ല. കാര്യം 5-6 കൊല്ലം വർക്ക്ഷോപ്പ് ഫീൽഡിൽ നിന്നിട്ട് ഞാൻ ഒരിടത്തും എത്തിയില്ല. പല ജോലികൾ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും ഒരിടത്തും എത്തിയില്ല. അവസാനം വീണ്ടും എവിടെയാണോ എൻ്റെ സ്റ്റാർട്ടിങ് അവിടെ തന്നെയാണ് തിരിച്ച് ഞാൻ വന്നെത്തി. ഒരിടത്തും എത്താതെ ആകെ പൊളിഞ്ഞ് നാശമായി, തിരിച്ച് വീട്ടിലായി, ഒരു ജോലിയില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് എന്ന് പറയുന്ന പോലെ ഒരാളുടെ എൻ്റെ ലൈഫിൽ വരുന്നത്. അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ ഞാനൊരു ഫാർമ കമ്പനിയിൽ സെയിൽസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലെവലിൽ എത്താൻ കാര്യം അയാളാണ്. ആ ഒരു വീഡിയോ അയാളുടെ കാര്യം, അയാൾ ആരാണെന്നും അയാളുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ടായിരിക്കും.